ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത 3 കാര്യങ്ങളാണ് ഒരു ദിവസം സംഭവിച്ചിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ. ഇന്ന് ഒരു പണിയുമില്ലാതെ വെറുതെ നിൽക്കുന്ന ടൈമിലാണ് നാട്ടിൽ നിന്ന് സാധനമായിട്ട് ആളെത്തിയത്. ഇത് ഉപ്പയും ഉമ്മയും കൂടിയിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. ചക്ക എൻ്റെ ഒരു ഫാമിലി ഉണ്ട് ഇവിടെ. അവർ വരുമ്പം അവർ കയ്യിൽ കൊടുത്തു വിട്ടതാണ്. എന്നിട്ട് കാർണർ വന്നിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഉമ്മാൻ്റെ ബ്രദർ. ചക്കയുണ്ട് മാങ്ങയുണ്ട്. ഒരു മാങ്ങ കേടായി പോയിട്ടുണ്ട്. അങ്ങനെ അവർ വന്ന് അവർക്ക് പകുതി ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുള്ളത്. ഈ ഒരു പായ്യാരത്തിൽ തന്നെ ഞാൻ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വെക്കലാന്ന് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഇതിൻ്റെ എല്ലാം കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് പാത്രത്തിലായിട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ചക്ക എന്ന് പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴുത്ത ചക്കയല്ല, ഇതൊരു പാകത്തിനുള്ള പഴുപ്പാണ്. മധുരവും ഉണ്ട്, അത്യാവശ്യം നല്ല മധുരവും ഉണ്ട്. വലിയ വലിയ ചുളയെല്ലാമായിട്ട് നല്ല ചക്കയാണ് കേട്ടോ. മാഷാ അല്ലാ. എൻ്റെ വീട്ടിലെ ചക്കയാണിത്. പിന്നെ ഞാൻ നാട്ടിലുള്ള ടൈമിൽ എനിക്ക് ഇങ്ങനെ ചക്ക കിട്ടിയിട്ടില്ല. അതിൻ്റെ സമയം ആയി വരുന്നേ ഉള്ളൂ. പഴുത്ത നല്ല ചക്ക കിട്ടിയിട്ടില്ല. അന്നേരം ഞാൻ പിന്നെ ഉമ്മാനോട് പറഞ്ഞു ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ കൊടുത്തയക്കാൻ. ഇതൊരു പകുതി ഭാഗം തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഫുള്ളായിട്ടുണ്ട്, പകുതിയായിട്ട് അങ്ങനെ എടുത്ത്. ഇനിയിപ്പം ഞാൻ റഷി വരുന്നതിന് മുമ്പായിട്ട് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ആർക്കെങ്കിലും കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇത് ഫുള്ളായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചാൽ തീരൂലല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ വന്നിട്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പം ചക്കയെല്ലാം കൊണ്ടുവരാന്ന് പറയുമ്പോൾ എല്ലാവരും എന്തെങ്കിലും വിചാരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് കിട്ടിയിട്ടില്ലാന്ന്. പിന്നെ ഞാൻ ഇനി നാട്ടിലേക്ക് പോകുന്ന ടൈം ഇതിൻ്റെ സീസണെല്ലാം കഴിയും. ഇപ്പോൾ ഏകദേശം ഇത് ലാസ്റ്റത്തെ ചക്കയാന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ. ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട്. പിന്നെ ചക്കയും മാങ്ങയെല്ലാം കഴിഞ്ഞു ഞാൻ പോകുന്ന ടൈമിൽ. അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് അവർ കൊടുത്തു വിട്ടതാണ്. പിന്നെ ഈ ചക്കയുടെ ഈ പുറത്തുണ്ടാകുന്ന ഒരു നൂല് പോലത്തെ സംഭവമില്ലേ, അത് നല്ല മധുരമുണ്ട് കേട്ടോ. എന്തോ ചമ്മന്തി എന്താ പറയുക കറക്റ്റ് അറിയില്ല. അത് വരെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു പാകത്തിലുള്ള ഈ ഒരു ചക്കയാണ് ഇഷ്ടം. കറക്റ്റ് അതുപോലെ തന്നെ കിട്ടീന്. ഇവിടെ എത്തിയൊരു ഉമ്മ ചോദിച്ചിനേനു കേടായി പോയിനോ എന്നല്ലോ. പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല മധുരം ഉണ്ടേനു മാഷാ അല്ലാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് തലേ ദിവസേനു കേട്ടോ. ഇത് പിറ്റേ ദിവസം ഒരു ഉച്ചൻ്റെ ആ ഒരു ടൈമിലേക്ക് ഞാൻ ഫുഡ് റെഡിയാക്കുന്നതാണ്. പാസ്ത ഉണ്ടാക്കാമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഏതായാലും പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കനെല്ലാം കഴുകി കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പരിപാടിയും ബാക്കിയെല്ലാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹംദൻ്റെ മാമ വിളിക്കുന്നത്. മാം ഇവിടെ വന്നിട്ടുണ്ട് ദുബൈയിലേക്ക്. അപ്പോൾ റൂമിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിനി എൻ്റെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലീൻ ആക്കുക വേണ്ടേ ഫുഡ് ആക്കുക വേണ്ടേ എന്നുള്ള ആ ഒരു ഇതിൽ അപ്പം തന്നെ ഞാൻ റഷിനെ വിളിച്ച്. റഷി പറഞ്ഞു നീ ക്ലീൻ ആക്കിക്കോ, ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അത്രയാ ടൈം ഉണ്ടായിട്ടുള്ളൂ. ഒരു അരമുക്കാൽ മണിക്കൂർ അത്രയേ ടൈം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഏതായാലും ഫുഡ് പുറത്തുനിന്ന് മേടിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കലും ബാക്കി പരിപാടിയെല്ലാം ചെയ്ത്. രണ്ടിനും നിന്നാൽ എന്തായാലും എനിക്ക് 2 പകുതിക്ക് വെച്ചിട്ടായിപ്പോവും. അവർ വരുന്ന ടൈമിൽ. പിന്നെ ആണെങ്കിൽ മാം വരുമെന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച് വൈകുന്നേരം ആവും, പുറത്ത് ഇങ്ങനെ പോയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഉച്ചയാവുമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു മണിയാകുമ്പോൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം തന്നെ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്ത്. ഏതായാലും ആ ഒരു ടൈമിൽ ഉച്ചൻ്റെ ടൈമിൽ ഫുഡ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ വന്ന് ഇനിയിപ്പോൾ ഞാൻ അതെല്ലാം വേറെ ഒരു
കാസറോളിലേക്കെല്ലാം മാറ്റലാന്ന് കേട്ടോ, അല്ലെങ്കിൽ ചൂട് തണിഞ്ഞു പോകുമല്ലോ. അങ്ങനെ അത് വിചാരിച്ചിട്ട് അങ്ങനെ മാമെല്ലാം വന്ന് അവരെല്ലാവരും ഉണ്ടേനു കേട്ടോ, ഫാമിലി ആയിട്ട് ഉണ്ടേനു. പിന്നെ അമ്മക്ക് ഇങ്ങനെ ക്ലാസ് ഫോട്ടോവും പിന്നെ ഓളെ എല്ലാം കൊണ്ടുവന്ന് ഇതാ ഈ മുകളിലിരിക്കുന്നതാണ് കേട്ടോ ഹംദ. പിന്നെ ഹംദ നാട്ടിലെ എക്സാമെല്ലാം എഴുതിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മോൾ ഇവിടെയാണോ പഠിക്കുന്നതെന്ന്. ഇവിടെ പഠിക്കുന്നില്ല കേട്ടോ, നാട്ടിൽ നിന്ന് ടി സി വാങ്ങിയിട്ടില്ല. ഞങ്ങളെന്തായാലും ഈ ഒരു വർഷം ഫുള്ളായിട്ട് ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്ലാസ് എന്തായാലും മിസ്സാവും. അങ്ങനെ അപ്പോൾ എക്സാമിൻ്റെ ആ ഒരു റിസൾട്ടും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടേനു. മാം എന്തായാലും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. ഇവിടെ എക്സാമിൻ്റെ ആ ഒരു ടൈമിലല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹംദൻ്റെ പിന്നെ 1-2 കുട്ടികളും പുറത്തേക്ക് പോകുന്നുണ്ട്. അവരെല്ലാം എക്സാം കുറച്ച് നേരത്തെ എഴുതിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ക്ലാസ് ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ എക്സാമിൻ്റെ ഈ ഒരു റിസൾട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് മാം എന്തായാലും ഇങ്ങോട്ടേക്ക് ദുബൈയിലേക്ക് വരുമെന്ന് പറഞ്ഞിന്. അപ്പോൾ പ്രശ്നമില്ല, അവിടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേനു ആദ്യമേ. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് സന്തോഷം ഉണ്ടേനു അവരെല്ലാവരും വന്നേരം. പെട്ടെന്നായതുകൊണ്ട് ഒന്നും റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് മാം പോകുന്നതിൻ്റെ മുമ്പ് ഒരു തവണയും കൂടി പോയി കാണണമെന്നുണ്ട്. അങ്ങനെ അവർ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ ഇത്. ഒരു നല്ല ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എണീച്ച. നല്ല ഉറക്കെല്ലാം ഒരു 1/2 മണിക്കൂറേ കിടന്നിട്ടുള്ളൂ. ഇന്ന് രാത്രി പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പാസ്ത ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പാലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പാലും കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ട് വരാം. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നത്. റഷ്യയിലാണ്, ഞാൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പോയി നോക്കാം. ജസ്റ്റ് അപ്പുറം ക്രോസ് ചെയ്താൽ തലാലുണ്ട്. അപ്പം തലാലിൽ പോയി സാധനം വാങ്ങിയിട്ട് വരണം. ജസ്റ്റ് അപ്പുറം ക്രോസ് ചെയ്താൽ ഇവിടുന്ന് ലെഫ്റ്റ് അങ്ങോട്ടേക്ക് അത്രയേ ഉള്ളൂ, അടുത്താണ്. പോയിട്ട് വരാം. ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസിലൊരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നുള്ളത്. അപ്പം അതിൻ്റെ കുറവുകളെല്ലാം ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള നല്ല ടൈം എടുക്കുന്നുണ്ട്. അതാകുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് വേസ്റ്റ് കളയാനുണ്ട്. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പം ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട്. എനിക്കിങ്ങനെ പുറത്ത് ഒറ്റയ്ക്ക് പോകണം, എല്ലാവരും പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് വഴിയൊന്നും ശരിക്കും അറിയില്ല കേട്ടോ. ആദ്യം നിന്നിടത്തെല്ലാമാണെങ്കിൽ ഓഫീസെല്ലാം കറക്റ്റ് പോകാനെല്ലാം അറിയാം. ഇതിങ്ങനെ റഷ്യൻ്റെ ഓഫീസിൽ തന്നെ പോകാൻ എനിക്ക് കറക്റ്റ് വഴി തിരിയില്ല. ഏതെല്ലോ വഴിയിലൂടെയെല്ലാം കറങ്ങി തിരിഞ്ഞ് പോകണ്ടേ. അപ്പോൾ അങ്ങനെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് കളയാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാൽ അത് കളയാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കളഞ്ഞിട്ട് ഞാനും അമ്മയും ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന ടൈം ഒരു 6:30 എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി. അങ്ങനെ ഇതാ സാധനമെല്ലാം വാങ്ങി. പെട്ടെന്ന് തന്നെ വാങ്ങി കേട്ടോ. കുറച്ച് സാധനം വാങ്ങാനുണ്ടായിട്ടുള്ളൂ. അതൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോക്കാണ്. കുറച്ച് നടക്കാനൊരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും. പിന്നെ അതാ കാണുന്ന ലാസ്റ്റ് 2 കളറായിട്ടുള്ള ബിൽഡിങ്ങില്ലേ, അവിടെയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നുള്ളത്. അവിടെ റൂമിലാണ് താമസിക്കുന്നുള്ളത്.
എന്തൊക്കെ സാധനം വാങ്ങിച്ചേന്നുള്ളത് ഞാന് വാങ്ങിക്കുമ്പോ വീഡിയോ എടുത്തിട്ടില്ല ട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ടേനു. പിന്നെ അവരെല്ലാം മുന്നിൽ വെച്ച് വീഡിയോ എടുക്കാൻ എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇനി റൂമിലെത്തിയിട്ട് ഞാന് സാധനം കാണിച്ചു തരാം. ഞാൻ 2 ബോട്ടില് പാലെടുത്തിട്ടുണ്ട്. 2 ബോട്ടിൽ എടുത്തിട്ടില്ലേ, ഇവിടെ വന്നിട്ട് ഫ്രിഡ്ജ് നോക്കുമ്പോ അത് 1 ബോട്ടിലും കൂടി കാണുന്നെ. ഇവിടെ ഉള്ളത് ഞാൻ ഓർത്തിട്ടില്ല. എന്നാലും സാരമില്ല. പിന്നെ സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ട്. 2 ഐസ്ക്രീം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ടുണ്ട്. ചോക്കോബാർ. പിന്നെ കറിവേപ്പില, കുക്കുംബർ, അങ്ങനെ സ്ട്രോബെറി അതെല്ലാമായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കലാന്ന്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടേനു കേട്ടോ. പിന്നെ ഇനി ഇതാ പാസ്ത ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നില്ലേ, ഇങ്ങനെ പുറത്ത് പോക്കെല്ലാം ആദ്യമായിട്ട് നിങ്ങളെല്ലാം കാണുമ്പോൾ വിചാരിക്കും എല്ലാവരും പുറത്ത് പോക്കില്ല അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറഞ്ഞത്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പാസ്ത ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യലാന്ന്. ഇതിൽ മെയിനായിട്ട് ഞാൻ ഇടുന്നുള്ളത് മഷ്റൂമാണ് കേട്ടോ. മഷ്റൂം, പിന്നെ വെജിറ്റബിൾ അല്ല, ചിക്കനും കൂടി ഇടുന്നുണ്ട്. പിന്നെ മഷ്റൂം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, റൂമിലുണ്ടേനു. അപ്പോൾ ഞാൻ മഷ്റൂം ഉള്ളതുകൊണ്ടാണ് പാസ്ത ആക്കാമെന്ന് വിചാരിച്ചത്. പാസ്തയിൽ മഷ്റൂം ഇട്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതുവരെ പാസ്തയിൽ ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ അങ്ങനെ പോയപ്പോൾ കഴിച്ചാലോ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഷ്റൂം കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ വേറെ വെജിറ്റബിളൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. മഷ്റൂം മാത്രമേ ഇടുന്നുള്ളൂ. ബാക്കിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഏറ്റവും നല്ല വെജിറ്റബിൾ പാസ്തയാണ്. പിന്നെ ഹംദക്കെല്ലാം എന്തായാലും ചിക്കൻ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിപ്പോൾ കുറച്ചധികം ഉണ്ട്. ഏതായാലും ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് കുറഞ്ഞ രീതിയിലാവും. അങ്ങനെ ഞാനൊരു പാനിൽ ഒരു ഒരു പീസ് ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മെൽട്ടായി വരുമ്പോഴേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മഷ്റൂമും പിന്നെ ഉള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിന്. ഹംദക്ക് ഉള്ളി ഒട്ടും പറ്റൂല, അവള് ഉള്ളി കണ്ട ഒന്നും കഴിക്കൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് വെക്കുമ്പോഴേക്ക് തന്നെ കുക്കായി കിട്ടും കേട്ടോ. പെട്ടെന്ന് റെഡിയാവും. നല്ലപോലെ വെന്തുടയണമെന്നില്ല. പിന്നെ ആ ഒരു ടൈമിലേക്ക് ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടേനു. വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ പാസ്ത ഇട്ട് കൊടുക്കലാന്ന് കേട്ടോ. പാസ്ത അതിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് എനിക്ക് ഓർമ്മ വന്നത് ജസ്റ്റ് ഒന്ന് ഒരു തവണ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന്. ഞാൻ ഒരുപാട് പേരുടെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ കഴുകുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് അത് ഒരു തവണ വാഷ് ചെയ്തിട്ടേ ഇട്ട് കൊടുക്കലുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്ന് ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഒരു പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ പാസ്ത. അത്രേ ആക്കുന്നുള്ളൂ, ഒരുപാട് ആക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഓയിലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്ക് ഇതാ മഷ്റൂമെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്ന് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ
ഒരു വലിയ പീസും പിന്നെ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ബട്ടർ കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ മെൽട്ടായി വരുമ്പോഴേക്ക് ഇതിൽ ചെറിയ ചെറിയ പീസായിട്ട് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക, കട്ട കെട്ടാത്ത രീതിയിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിതിപ്പോൾ 2.5 സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒന്നിച്ചിട്ടാൽ കട്ട കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത്. അങ്ങനെ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കട്ട കെട്ടാണ്ട് ഇനി ഇതിലേക്ക് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സത്യം പറയുകയാണെങ്കിൽ ഇത്ര മൈദപ്പൊടി ഒരു 2 സ്പൂൺ മതി. പക്ഷെ ഞാൻ 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ വൈറ്റ് സോസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പാലും കൂടി ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബും കൂടി ഒന്ന് മാത്രം, ഒന്നിൽ 2 പീസ് ഉണ്ടാവില്ലേ, അതിൽ ഒന്ന് മാത്രം ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടി പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു ബോട്ടിൽ ഒഴിച്ച് പിന്നെ ഒരു ബോട്ടിലിൻ്റെ പകുതി ഭാഗമായിട്ട് അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട കിട്ടും. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഒറിഗാനോ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ഇതെല്ലാം ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഒരു തിക്കായിട്ട് വരുന്ന ആ ഒരു പരുവമാകുമ്പോഴേക്ക് നമുക്ക് അപ്പോഴേക്ക് തന്നെ പാസ്ത റെഡി ആയിട്ടുണ്ടാവും. അത് ഇതിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് നേരത്തെ ആവുമെങ്കിൽ അരിപ്പയിൽ അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പം എൻ്റെ രണ്ടും ഒന്നിച്ചാണ് റെഡി ആയിട്ടുള്ളത്, അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ മാറ്റിയിട്ടുള്ള മഷ്റൂമും ഉള്ളിയും കൂടിയിട്ടുള്ള ആ ഒരു ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം വിചാരിച്ച മഷ്റൂം ഒരുപാടുണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മഷ്റൂം കൂടുന്തോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കന്നെ നല്ല തിക്കായിട്ടുണ്ടാവും, പാസ്ത റെഡി ആയിട്ടുണ്ടാവും. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, പെട്ടെന്നല്ലെങ്കിൽ അടി പിടിച്ചു പോകും. അപ്പം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോ സമയത്തും ഓരോ മോഡലിലായിട്ടാണ് ഞാൻ പാസ്ത ഉണ്ടാക്കൽ. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ചിക്കൻ വേണം തന്നെ ഇല്ല കേട്ടോ, ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു ചെറിയൊരു ഭംഗിക്ക് ഞാൻ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോഴും നല്ല നല്ല ഉണ്ടാവും കേട്ടോ കാണാൻ, കഴിക്കാനും ടേസ്റ്റാണ്. ഇതിൻ്റെ ഫ്ലേവർ അധികം ഇഷ്ടമല്ലാത്ത ആളാണെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിതാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നാട്ടിൽ നിന്ന് വീഡിയോ കോൾ വന്നിട്ടുള്ളത്. അവരെല്ലാവരും കൂടി ട്രിപ്പ് പോകുന്നുള്ളത് കേട്ടോ. ഞാനറിയില്ലേനു. അവരെല്ലാവരും അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ് ഞാൻ അറിഞ്ഞിന്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫാമിലി എല്ലാമായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാൻ നല്ല രസമുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മളെ ഫാമിലിയിൽ ഫസ്റ്റ് ടൈമാണ് ഒരു വർഷം മുമ്പ് ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരുമായിട്ട് ബസ്സിന് വയനാട് പോയിട്ടുള്ളത്. അപ്പോൾ അന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പോന്ന്, അങ്ങനെ അതൊരുപാട് മിസ് ചെയ്തിന്. ഞാനിവിടെ വന്നിട്ട് 2 മാസം ആവാറായെങ്കിലും ഇതുവരെ മെഡിക്കലിന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും മെഡിക്കലിന് പോകാമെന്ന് വിചാരിച്ച്. ഇത് 2 ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഹംദക്ക് ചുണ്ടിന് കുറച്ച് ലിപ് ബാമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് ഓളിങ്ങനെ ചുണ്ടിൻ്റെ തോലിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഉണക്കം വരുന്നില്ല. ഇതിട്ട് കൊടുത്താണെങ്കിൽ ഓളങ്ങനെ തൊടാൻ നിൽക്കില്ല.
അത് എന്താ എടുത്ത് പറഞ്ഞേന്ന് ചോദിച്ചാൽ ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കും ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത്. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാമാണ്. അങ്ങനെ ഇവിടുന്ന് പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ഇതുവരെ മെഡിക്കൽ ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഒരു ഐഡിയ ഇല്ല. പിന്നെ കൃഷി ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ടാക്സിയിലാണ് ഞങ്ങൾ പോകുന്നുള്ളത്. അവിടെ എത്തി പിന്നെ ബ്ലഡെല്ലാം കൊടുത്ത്. ബ്ലഡ് കൊടുക്കാനാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. പിന്നെ എക്സ്റേ എടുക്കണം. ബോൾട്ടൊക്കെ അയച്ചിട്ടുണ്ടേനു. അങ്ങനെ എക്സ്റേ എല്ലാം എടുത്ത് പുറത്ത് വന്നിട്ട് ഗോൾഡെല്ലാം ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ വെക്കാനല്ലേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് എൻ്റെ ഒന്നിച്ച് ആരുമില്ല, ഋഷിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ അകത്ത് വിടൂലല്ലോ. അപ്പോൾ ചെറിയ ടെൻഷനുണ്ട്. പക്ഷേ വിചാരിച്ച പോലെ ഒന്നുമല്ല. അത് കുത്തിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ബ്ലഡ് എടുത്തത് പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെയേനു. ചിലപ്പോൾ ഇവിടുന്ന് ചെയ്തവർക്ക് അറിയായിരിക്കും. ഞാൻ ചോദിച്ചൊരു ഋഷി പറഞ്ഞു, ആ നാട്ടിലത്തെ പോലെ അല്ലല്ലോ, ഇവിടുന്ന് കുത്തുന്ന തന്നെ എനിക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടോ, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടാക്സിയിൽ തന്നെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.